നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ടിന്യൂസായി മസാല കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മസാല വെച്ചിട്ടുള്ള ഐറ്റംസ് തന്നെ പ്രാവശ്യം നമുക്ക് ഇത്തിരി ഒന്ന് മാറ്റി പിടിക്കാം. കുറച്ച് മധുരത്തിലേക്ക് പോകാം അല്ലേ. കുറച്ച് എണ്ണമഴക്കും നമുക്കൊന്ന് കുറച്ച് കമ്മിയാക്കാം. അതിന് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് പഞ്ചസാരയും ഉപ്പും ഇടുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ഇതിലിടണം എന്നില്ല, തേങ്ങയിൽ ഇട്ടാലും മതി. തേങ്ങയിൽ എന്തായാലും പഞ്ചസാര ഇടണം. അതിരി എളുപ്പത്തിൽ ബാറ്റർ മധുരം ഉണ്ടാകാൻ വേണ്ടി മാത്രം അതിലിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും ഏലക്കാപ്പൊടി ഉള്ളവർ ഏലക്കാപ്പൊടി പഞ്ചസാരയിലിട്ടാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഈ മിക്സിയിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സിയിൽ അടിച്ചെടുക്കുന്ന മിക്സിയിലേക്ക് 3 ഏലക്കായും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശ ഇത്തിരി ലിക്വിഡിറ്റി കൂടുതലുള്ള ലെവലിൽ നമ്മളത് അരച്ചെടുക്കുക. കാരണം കട്ടി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അരച്ചിട്ട് നമുക്ക് ദോശ പോലെ അല്ലെങ്കിൽ അപ്പം പോലെ മൂടി വെച്ച് ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ചിരവി വെച്ച തേങ്ങയിലേക്ക് ഇത്തിരി കൂടുതൽ തന്നെ പഞ്ചസാര ഇടണം. ആ പഞ്ചസാര നമുക്കതിൽ കാണാൻ കഴിയുന്ന രീതിയിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ദോശയിലേക്ക് കുറച്ച് ആവശ്യത്തിന് തേങ്ങ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് റോൾ ചെയ്തെടുക്കാം. നമുക്ക് നോമ്പിനായാലും അല്ലാത്ത സമയത്തായാലും അല്ലെങ്കിൽ രാവിലെ കഴിക്കാനായാലും വളരെ നല്ലൊരു ഫുഡാണിത്. ഒരുപാട് ഓയിലും ഇല്ല, എന്നാൽ നല്ല മധുരമായിട്ട് കുട്ടികൾക്കടക്കം ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയൊരു സ്നാക്സ് റെസിപ്പിയായി കാണുന്നവരെ ഓക്കെ ബൈ.